കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നമസ്കാരമുണ്ട്. നമ്മുടെ BJP നേതാവ് സുരേന്ദ്രൻജി വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഈ വിഷം കുത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ ഇറക്കിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു അസുലഭ ഭാഗ്യമുണ്ടല്ലോ, അത് മഹാസന്തോഷം കിട്ടുന്ന കാര്യമാണ്. എന്താണ് സന്തോഷം നൽകിയ മഹാകാര്യം ഒന്ന് പറയാമോ? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഇത് നമ്മുടെ ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസിദ്ധമായ പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആകർഷിക്കാനായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിച്ച വലിയ ആയുധമല്ലേ PM ശ്രീയായിട്ട് ബന്ധപ്പെട്ടത്. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ, എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ, ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ PM ശ്രീയെ എടുത്തിട്ട് ഞങ്ങൾ അറബിക്കടലിൽ എറിയുമെന്നും ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഞങ്ങൾ കെട്ടിപ്പുണരുമെന്നും പറഞ്ഞ ആ മഹത്തായ പ്രസംഗമല്ലേ ഈ പറയുന്നത്. എന്നിട്ട് എന്താണ് സുരേന്ദ്രൻ സാറേ, എന്ത് സംഭവിച്ചു? വല്ലതും സംഭവിച്ചു? PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. അങ്ങനെ ആര് പറഞ്ഞു? വെറുതെ പറയല്ല എൻ്റെ സുരേന്ദ്രൻ സാറേ. UDF-കാർ അങ്ങനെയുള്ള ചതിയൊന്നും കേരള ജനതയോട് ചെയ്യില്ല, മലയാളികളോട് ചെയ്യില്ല. അവർ വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് 100 വട്ടം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുള്ള നാടാണ്. അവിടെ ഇതൊന്നും സംഭവിക്കില്ല. സാറ് വെറുതെ സ്വപ്നം കണ്ടതായിരിക്കും. അങ്ങനെ PM ശ്രീ അറബിക്കടലിൽ താണുപോയാൽ പിന്നെ അവിടുന്ന് എങ്ങനെ അത് പൊക്കിയെടുക്കാനാണ്? അത് പൊക്കിയെടുത്തിട്ട് നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും വീണ്ടും കുപ്പത്തൊട്ടിയിലിടുവോ ഇവർ? അങ്ങനെ ചെയ്യുന്നവരല്ല ഇവർ. മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറക്കുന്നവരല്ല UDF-കാർ. അങ്ങനെ പറഞ്ഞേച്ച് കളയല്ലേ. എന്തേ ഇപ്പോൾ സാർ ഇന്നലെ സ്വപ്നം കണ്ടു ഇവർ PM ശ്രീ നടപ്പാക്കാൻ പോകുന്നുണ്ടോ? ആണോ? ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇപ്പോൾ സുരേന്ദ്രൻജി, ഇത് നമ്മൾ കേട്ട വാർത്ത ശരിയാണല്ലേ? ഇത് നമ്മുടെ അടൂർ പ്രകാശ് അല്ലേ UDF-ന്റെ കൺവീനർ? അപ്പോൾ തീരുമാനമായോ? ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞു? എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കാം. കാരണം ലീഗുകാരനാണല്ലോ അദ്ദേഹം. അറബിക്കടലിലേക്ക് ഇത് KM ഷാജി വലിച്ചെറിഞ്ഞതാണല്ലോ. അതിനെ അവിടെ നിന്നാണ് പൊക്കിയെടുത്തതെന്ന് അറിയണ്ടേ? അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചു? നമ്മൾ ഈ അണികളെല്ലാം വഞ്ചിക്കുകയാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് ലീഗിന് ചേരുന്ന ഒരു പ്രവൃത്തിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഈ ക്രോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ വന്നത് ഇടതുപക്ഷം ഉണ്ടാക്കിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ നമ്മൾ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത്. അല്ലാതെ ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ആ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ എന്താണ് അതിൻ്റെ ഒരു പോംവഴി, എങ്ങനെ അതിൻ്റെ പരിക്കുകൾ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതേ ഒരു ഗവൺമെൻറ്റിന് നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണെന്ന് UDF കൺവീനർ ചില കാര്യങ്ങൾ പറഞ്ഞത്. സുരേന്ദ്രൻജി പറഞ്ഞത് ശരിയാണ് ജി, കാര്യം വളരെ ശരിയാണ്. ഇവർ PM ശ്രീ അറബിക്കടലിൽ നിന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ചെടുത്ത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നു. പാവം പിണറായി വിജയൻ എത്ര തെറി കേട്ടു. ഇതിൻ്റെ പേരിൽ കൂടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെല്ലാം എതിരായിട്ട് അവരിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. 99 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 35 സീറ്റായി ചുരുങ്ങിയില്ലേ. ഇവർ 42-ന്ന് 102-ലേക്ക് വളർന്നില്ലേ. ഈ PM ശ്രീയൊക്കെ വെച്ചല്ലേ ആ പാവം മനുഷ്യനെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. എന്തെല്ലാം തെറി പറഞ്ഞു. BJP-ആയിട്ട് ബായിയാണ്, കൂട്ടുകെട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ എതിരാക്കിയത്. ഇപ്പം ഈ ന്യൂനപക്ഷ പ്രേമം നടിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന പറയുന്ന ഈ മുസ്ലിം ലീഗ് തന്നെ ഭരിക്കുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഈ PM ശ്രീ ഇങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ സുരേന്ദ്രൻജിക്ക് വളരെ സന്തോഷമായിരിക്കുമെന്നറിയാം. പണ്ട് സുരേന്ദ്രൻജി പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, 35 പേരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം 35 ഒന്നും വേണ്ട, കേവലം 3 പേര് മതി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ കേരളം ഭരിക്കുന്നത് BJP ആണെന്നാണ് നമ്മുടെ ഇടതുപക്ഷത്തിലെ ചില നേതാക്കളൊക്കെ പറയുന്നത്. ഇപ്പം ഈ ജി പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുന്ന വിദ്യ അല്ല സുരേന്ദ്രൻജി. ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ നിങ്ങൾ ഇവരെ കൊണ്ട് ക്ഷാ വരപ്പിക്കാൻ പോകുന്നത്? ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്, പറയുക. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും.
അപ്പൊ അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. നിങ്ങൾ വി.ഡി. സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി.ഡി. സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. ഓ, എന്താ ഈ കേൾക്കണത് എൻ്റെ സുരേന്ദ്രൻജി? ഇതൊക്കെയാണോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്? സത്യമായിട്ടും ഇവരെയൊക്കെ പറ്റി ഇവിടെ പഠിപ്പിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലീഗുകാരൊക്കെ ഒന്നിച്ചു പോയി അറബിക്കടലിൽ ചാടേണ്ട സ്ഥിതി വരില്ലേ? എനിക്കറിയില്ല കേട്ടോ, ഞാനിതൊന്നും കേട്ടതേയില്ല. കാരണം ഇലക്ഷന് മുമ്പ് ഈ UDF-കാർ പറഞ്ഞത്, ലീഗുകാർ പറഞ്ഞത് BJP-യും LDF-ഉം തമ്മിൽ ധാരണയുണ്ടെന്നും അതിവിടെ മതേതരത്തിന് വലിയ ഭീഷണിയാണെന്നും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വളരെ ജാഗ്രത പുലർത്തണമെന്നും LDF-ന് വോട്ട് ചെയ്തു പോകരുതെന്നും പറഞ്ഞു പരത്തി അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാമത്തെ ഊഴത്തെ തകിടം മറച്ച് അവരാണ് ഇപ്പോൾ വന്നിട്ട് ഈ BJP ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നൊരു സ്ഥിതി വന്നത്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇടതുപക്ഷത്തെ നേതാക്കൾ പറയുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് കേരളം ഭരിക്കുന്നത് UDF-ഓ സതീശനൊന്നുമല്ല, ഇലക്ഷന് മുമ്പ് തന്നെ സതീശൻ സാറ് ചില ഡീലുകൾ ഉണ്ടാക്കിയിരുന്നുവെന്നും ഇവിടെ ഭരിക്കുന്നത് ഇപ്പോൾ BJP ആണെന്നുമാണ് ഇടതുപക്ഷത്തെ ഒരു നേതാവ് പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. നട്ടല് വേണം. തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിരിക്കുമ്പോ പെടുന്ന വെല്ലുവിളിച്ചാ പോരാ, ഭരിക്കാനുള്ള നട്ടല് വേണം. KC വേണുഗോപാലിന്റെ സംശയത്തിന് ഇനി അടിസ്ഥാനമില്ല. അത് പൂർണ്ണമായിട്ട് ശരിയായി. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കാനുള്ള അത് കാണിക്കേണ്ടതുണ്ട്. അതിന് പകരം പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായിരിക്കുന്നു. ഞെട്ടിപ്പോയില്ല എല്ലാവരും സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശം കണ്ടപ്പോ. കേരളം മാത്രമല്ലേ കേസെടുത്തത്. ഒരു ബസ് പോലും പോവാത്ത പനമ്പള്ളി നഗറിൽ വേടനെ പോലൊരാൾ അവിടെ പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പ്രതിഷേധിച്ചതിന് വരെ കേസെടുത്തില്ലേ? ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ് പാർലമെന്റ് കേസെടുത്തതിനെ കുറിച്ച്. അപ്പൊ RSS ആൾ ട്വീറ്റ് ചെയ്യാണ്, കേരളത്തിലല്ലേ കേസ് ഇത്ര എടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ്, ഇന്ത്യയിൽ എല്ലായിടത്തും വൈസ് ചാൻസലർമാരെ നിങ്ങൾ RSS-കാരെ വയ്ക്കുന്നു. ഇവിടെ വൈസ് ചാൻസലർമാരെ RSS-കാരെ വെച്ചപ്പോ കമാന്നൊരു അക്ഷരം. ഈ ബുധനാഴ്ച നുണപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ബുധനാഴ്ച എല്ലാ ദിവസവും നടത്തുന്ന കമാന്നൊരു അക്ഷരം. ഇത് തെറ്റായിപ്പോയി എന്ന് മർമ്മരം പോലെ. അപ്പൊ BJP-യുടെ മുഖ്യമന്ത്രി വേണുഗോപാൽ പറഞ്ഞത് ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇപ്പോ ഭരണം നടത്തുന്നത് BJP-ക്ക് വേണ്ടിയുള്ള കേട്ടല്ലോ, നമ്മുടെ ഇടതുപക്ഷത്തെ നേതാവ് പറയുന്നത് കേട്ടല്ലോ. ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.